ആഗ്രഹിക്കുന്നത് നിങ്ങൾ കൂടെ പോയിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ അവരൊരു കാര്യം പറഞ്ഞു, ഞങ്ങൾ എവിടെ പോകും? ജീവന്റെ മൊഴികൾ നിന്റെ പക്കലല്ലോ, വെളിപ്പാട് നിന്റെ അകത്താണ്, നിന്റെ കയ്യിലാണ് വെളിപ്പാടിരിക്കുന്നത്. ഞങ്ങൾ എവിടെ പോകും? കാരണം ജീവിതകാലം മുഴുവനും ഒരു വിശ്വാസിയായിട്ട് ഇരുന്നിട്ട് മരിക്കാനല്ല ഞാനിവിടെ വന്നത്. ആമീൻ. എൻ്റെ ദൗത്യം എന്തെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ ഇതുവരെ അടിമയായി സകല സാഹചര്യങ്ങളിലൊക്കെ കീഴ്പ്പെട്ട് പിശാചിനോട് അടിയോറ് പറഞ്ഞ സാഹചര്യത്തിൽ നിന്ന് ആമീൻ ഇന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ ഇങ്ങനെ ജീവിക്കേണ്ടവനല്ല. ആമീൻ. ഏതൊരു മെഫിബോശത്തിനും ഒരു ലോതെപാർന്ന ഒരു ഉയർച്ചയുണ്ടെന്ന് പല പ്രാവശ്യം ഞാൻ കേട്ടപ്പോൾ, ഏത് യോസേഫിനും പൊട്ടക്കിടന്നൊരു സ്വാമീൻ കൊട്ടാരം ഉണ്ടെന്ന് പറയുമ്പോൾ എന്നാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ചോദിക്കുമ്പോൾ ആ വെളിപ്പാടിനെ കുറിച്ചാണ് ഇന്ന് പകൽക്കാലം പറയുന്നത്. ഈ ജീവൻ നിന്റെ അകത്ത് വരുമ്പോൾ നിന്റെ ചങ്ങലകളെ നീ പൊട്ടിക്കും, നിന്റെ കാരാഗ്രഹത്തെ നീ പൊട്ടിച്ച് കളയും. ഒരു ശക്തിക്ക് നിന്നെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. നീ കുതറിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതിനൊരൊറ്റ കാരണം, നീ ആരാണ് ക്രിസ്തുവിലെന്ന്. എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരു ശുശ്രൂഷനാക്കാൻ സഹായിച്ച ഒരു പട്ടണമാണ് തിരുവനന്തപുരം. കാരണം 1995 ഞാൻ ആദ്യമായിട്ട് കർത്താവിൻ്റെ വചനവുമായിട്ട് തിരുവനന്തപുരത്ത് വരുന്നത്. ഇന്ന് ദൈവത്തിൻ്റെ കൃപയാൽ 30 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. എനിക്കിന്ന് പറയാനുള്ളത്, സാധാരണക്കാരിൽ സാധാരണക്കാരായ വ്യക്തികളെ ദൈവം തിരഞ്ഞെടുത്തിട്ട് അസാധാരണ ശക്തി അവരുടെ മേൽ പകർന്നിട്ട് അവരെ അസാധാരണ പ്രവൃത്തികൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫേസ്യർ പറയുന്നത്, നിങ്ങൾ ചിന്തിക്കുന്നതും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിവുള്ള ഒരു ശക്തി നിങ്ങൾക്കുണ്ട്. കാരണം നിങ്ങളെ വിളിച്ചപ്പോൾ 0 ആയി വിളിച്ചു, പക്ഷേ നിങ്ങളെ വിളിച്ച ആ പദ്ധതി പൂർത്തീകരിപ്പാൻ നിങ്ങളിൽ തന്നെ ഒരു ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വിശുദ്ധനായ പൗലോസ് പറഞ്ഞു. എന്നാൽ ഞാൻ ഇത്രയും കാര്യം പറയാൻ വന്നത്, ഇതുവരെയും കാട്ടക്കട കാണാത്ത രീതിയിൽ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്ക് ഈ വരുന്ന നവംബർ 21 രാത്രി, വെള്ളിയാഴ്ച രാത്രിയും ശനിയാഴ്ച രാത്രിയും ശനിയാഴ്ച പകലും, അങ്ങനെ 3 സെക്ഷനിൽ, വെള്ളിയാഴ്ച 5 മണി മുതൽ 9 മണി വരെയും, ശനിയാഴ്ചയും അതുപോലെ തന്നെ 5 മണി മുതൽ 9 മണി വരെയും, ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെയും, അങ്ങനെ 3 സെക്ഷനിൽ വെച്ചിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നദി അല്ലെങ്കിൽ വലിയൊരു ഒഴുക്ക് നമ്മൾ പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ഞങ്ങൾ അതിനായിട്ട് അവിടെ കടന്നു വരികയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലാതെ നമുക്ക് ഒരിക്കലും പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുവരെയും കേൾക്കാത്തൊരു മെസ്സേജ്, അതൊരു സൂപ്പർ നാച്ചുറൽ എന്താണെന്ന് നമ്മൾ പഠിപ്പിക്കുകയും പ്രസൻസിൽ എങ്ങനെ ജീവിക്കുന്ന പഠിപ്പിക്കുകയും വ്യക്തികളുടെ വിടുതൽ, സൗഖ്യം, അതിലുപരി ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ആരാണ് ക്രിസ്തുവിലെന്ന് അറിയുവാനുള്ള ഒരു സുദിനമാണ് ഈ 2-3 സെക്ഷൻ. എന്തായാലും കാട്ടാക്കട ദേവി കല്യാണ മണ്ഡപം അല്ലെങ്കിൽ ഓഡിറ്റോറിയമാണ് അത്. കാട്ടാക്കട ജംഗ്ഷനിൽ തന്നെയാണ് മീറ്റിംഗ് നടക്കുന്നത്. എല്ലാവരെയും ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങളുടെ സാന്നിധ്യമാണ് അതിനെ സക്സസ് ആക്കുന്നത്. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.